സ്വാഗതം. 2025 മോഡൽ നമ്മുടെ ഏറ്റവും പുതിയ മാരുതി വിക്ടോറിയസിന്റെ VXi വരുന്നതാണ്. ഈ വീട്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വിക്ടോറിയസിന്റെ VXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ വിക്ടോറിയസിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ബ്ലൂ കളർ നമുക്ക് റോഡ് പ്രസൻസ് തരുന്നുണ്ട്. വിക്ടോറിയസിൽ നിങ്ങൾക്ക് കാണാത്ത ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് ഹൈ ബീം ലോ ബീമിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഫുൾ ഹാലജനായിട്ട് ആവുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോർമറിനെ ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് സിൽവർ കളർ സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഒന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത്. 210 mm ആണ് വിക്ടോറിയസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ക്ലോസ്ഡ് ഡിസൈനിൻ്റെ രീതിയിലാണ് ഗ്രില്ല് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് സുസുക്കിയുടെ ലോഗോ കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ 16 ഇഞ്ച് സ്റ്റീൽ വീലുകളാണത്. 12156/16 ആണ് ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. നമുക്ക് ആ സുസുക്കിയുടെ ലോഗോ. നമുക്ക് അലൈസ് വേണമെങ്കിൽ ജസ്റ്റ് അലൈസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. മിറേഴ്സിൽ LED ടേണിക്കേഴ്സ് ഇൻസൈഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ലുക്ക്. വശങ്ങളിൽ ബ്രസ്സഡ് ലുക്കാണ് തരുന്നത്. വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോണത് കാണാം. നമുക്ക് ഇതിനകത്ത് കീഴ് സെൻറ്റർ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ഹാൻഡിൽ കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXi വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടക്കാടി ഹാമയുടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ വാഷറാൻ ഡിഫോറോഡ് ഗ്ലാസ്സുകളാണ്. വിക്ടോറിയസിൻ്റെ ബാജിങ്ങുകൾ വേരിയൻ്റ് ബാജിങ് വരുന്നില്ല. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈലൈറ്റ് ഫുൾ LED ആയിട്ടാണ്. സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ടാണ്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ടാണ്. രണ്ട് വശത്ത് റിവേഴ്സ് ലൈറ്റിംഗ് കാണാം. റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഈ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷട്ടിൽ വലിയ ബൂട്ട് കാണാം. 250 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ആ ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ നമുക്ക് വേണമെങ്കിൽ വിക്ടോറിയസിന് പറയേണ്ടി വരും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. 4 പൗണ്ടർ കൺട്രോൾ, ഡ്രൈവേഴ്സിലെ വിൻഡോ 1 ടച്ച് അപ്പ് ഓപ്ഷൻസ് വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ല് ബോട്ടിൽ ലോഡ്സ്. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടുവന്നാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള വലിപ്പമുള്ള ഫാബ്രിക് സീറ്റുകളാണ്. ഇതിപ്പോൾ മാനുവൽ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെപ്പേഡ് കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫീൽഡ് ഓപ്പൺ ചെയ്യാനും. ഈ വ്യക്തിക്ക് വന്നാൽ ഞാൻ ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഓപ്ഷൻ കാണാം. ഇനി അകത്തുനിന്ന് ആളെ ഫീച്ചേഴ്സിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയർ എടുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു ഇതുപോലത്തെ കാണാത്ത ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്റ്റിയറിംഗ് വീലാണ്. കാരണം നമുക്ക് ഇവിടെ ചെറുത്, നമുക്ക് സുസുക്കിയുടെ ലോഗോ ചെറുത്. നമുക്ക് ഇല്ലാത്തൊരു അബ്ഡൽ സ്റ്റിയറിംഗ് വീല് വരുന്നില്ല. ഫ്ലാപ്പ് ബോട്ടല്ല റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല വശത്ത് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. സെക്കൻഡ് വേണ്ടി തൊട്ട് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും പല വശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്റ്റാമോളസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ട് ഇൻസ്റ്റാമോളസ്റ്റ് യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. 2000 ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT നമുക്ക് എത്ര നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണാം 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഞാൻ സ്പീക്കർക്കുള്ള റിമേസ് സിസ്റ്റമാണ്. നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലൈമറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടുകൂടിയ റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ സ്ക്രീനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴത്ത് കുറേ AC വെൻറ്റ്സ് കാണാം. ടോപ്പിൽ സിൽവർ ഇൻസൈഡ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് ബാക്കിൽ ഡീഫോഗർ, ഫ്രണ്ടിൽ ഡീഫോഗർ, നമുക്ക് ബാക്കിലെല്ലാം സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്,
USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് മാനുവൽ ഗിയർ ലെവർ, നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ കീ ആണ്. ആ കീ കറക്റ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന സ്പേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡസ്റ്റോഡ് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ കാണാം. 6 എയർ ബാഗ് വരുന്നുണ്ട്. അതിൻ്റെ ബാജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ഡ്രൈവർ സൈഡിൽ സംവേഴ്സസ് വിത്ത് മിറർ ആണ്. സെൻറ്റർ IR VMC, മാനുവൽ ഡിമ്മിങ്ങൾ IR VMC ആണ്. റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജൻ ആയിട്ടാണ്. ഡ്രൈവർ സൈഡിൽ സംവേഴ്സസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം സാച്ചായിട്ട് ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ഫീച്ചറുള്ള ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാണാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ ഡോർ തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം കാണാം. ഡോർ പടെല്ലാം ഡോൾട്ടൺ കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. ഇവിടെ എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ്, ക്രോമറ്റ് ആയിട്ടുള്ള സ്പീക്കർ ബില്ല്, ബോട്ടിൽ ലോഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ്, 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്, ഐസഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻട്രൽ പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി വരുന്നത് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും നീ റൂമും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ മാസീവ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. 10 സെൻറ്റിമീറ്റർ, നമുക്ക് 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡുള്ള ബാക്സസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. വിക്ടോറിയസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് ആണതായിട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡ് ആയിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൊണ്ടുള്ള ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിക്ടോറിയസിൽ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ റൈഡർ എസ്റ്റായിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ ആൻഡ് 5 സ്പീഡ് AMT ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിക്ടോറിയസിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് മൈലേജ് നമുക്ക് നല്ലതാവും. ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേണ്ടായ LXI വേരിയന്റിൽ നമുക്ക് 13,47,000 രൂപയാണ്. VXI വേരിയന്റിൽ നിങ്ങൾക്ക് 14,51,000 രൂപ. VXI ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 16,17,000 രൂപയാണ്. ZXI വേരിയന്റിൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് സിമിലറാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ നമുക്ക് ബൈ ബൈ.